ആളിറങ്ങാനുണ്ട്. അല്ല എന്നാന്നേ ആള് കയറാനുണ്ട്. നമ്മുടെ കോട്ടയം ഗോപാലനല്ലേ അത്? മൂപ്പര് കേറിയ കുറച്ച് നാടക വർത്താനങ്ങൾ കേൾക്കാം. വേലായുധ, നീ ഒന്ന് അടുപ്പിച്ചേ. വലിയച്ഛ കയ്യൊ തന്നെ കേറിക്കോട്ടെ. ഇവിടെ കുമരേട്ട മുറുക്കാൻ. അല്ല ഗോപാല, ഇക്കൊല്ല ഏതാ പുതിയ നാടകം? അതൊക്കെ പവിത്രം വന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് പൂജയാ. കൃത്യം 9 മണിക്ക് സ്ക്രിപ്റ്റുമായിട്ട് പവിത്രം വരും. അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പേരെന്നതാന്നും കഥ എന്താന്ന്. അല്ല, പവിത്രൻ ഏതോ സിനിമയ്ക്ക് കഥ എഴുതാൻ പോണെന്ന് കേട്ടു. ഇനിയിപ്പോ നാടകത്തിനൊക്കെ അവന് കിട്ടുവോ? പവിത്രന് അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാരും പറഞ്ഞതാ പവിത്രന് ജയഭാരതി ടീച്ചേഴ്സിന് കിട്ടത്തില്ലെന്ന്. എന്നിട്ട് എന്നായി? അതിനുശേഷം ജയഭാരതി ടീച്ചേഴ്സ് പവിത്രനെ 2 നാടകം കളിച്ചില്ലേ. അവനിപ്പോ വെറും പവിത്രൻ എന്നല്ല അറിയപ്പെടുന്നേ, ഷേക്സ്പിയർ പവിത്രൻ എന്നാ അറിയപ്പെടുന്നേ. ഷേക്സ്പിയർ പോക്രിത്തരം. നാട്ടിൽ അത് നടന്നു ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞ നുണക്കഥകള്. അതിനൊക്കെ അവാർഡ് കൊടുക്കാൻ കുറെ ആൾക്കാര്. മോളുവിന്റെ ഭാര്യ നന്നായി ഉള്ളൂ, അങ്ങനെ തന്നെ വേണം. മോൾ അനുഭവിച്ചു കേട്ടാ. അച്ചോ, ഇവൻ ആരും കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ? എന്നാണ് നമ്മുടെ സുബൈറിന്റെ ഭാര്യ കുളിക്കുന്ന ഇന്ന് വരെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ഇവനെല്ലാം ഒളിച്ചിരുന്ന് കണ്ടുപിടിച്ചേ. സോമോ, നിന്റെ വെടക്ക് സ്വഭാവമൊക്കെ മാറ്റിച്ചു ഇവളെ നന്നായി പോറ്റാന്നു. അല്ലെങ്കിൽ നിന്റെ ജീവിതം എടുത്തും പവിത്രൻ ഏതെങ്കിലും നാടകത്തിൽ കോമഡി സീൻ ഉണ്ടാക്കുവേ. ഗോപാലൻ പറഞ്ഞത് നേരാ. നാട്ടിൽ നടക്കണ പച്ചയായ കാര്യങ്ങളാ ആ ചെക്കൻ നാടകത്തിലൂടെ പറയണം. അതുകൊണ്ട് തന്നെയാ അവാർഡൊക്കെ അവന് തന്നെ കിട്ടണത്. നീ എന്നടാ സോമ ഉന്നിരിക്കുന്നേ? നീ ആ കുഞ്ഞിനോടൊന്ന് മിണ്ടിഞ്ഞോണ്ടിരിക്കടാ. അപ്പൊ പതിവ് പോലെ നന്ദന മോളത്തിൽ ജയഭാരതി ടീച്ചേഴ്സിന്റെ ആദ്യ കളി എല്ലാരും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. അടുത്തോട്ടെ, എല്ലാരും നേരത്തെ വരണേ. പൂജയൊക്കെ നന്നായി നടക്കട്ടെ. സന്തോഷം. മോനെ സോമ, നിനക്കൊരു പെൺകുട്ടി ജനിക്കട്ടാ. നിന്റെ സ്വഭാവം വരാതിരിക്കാനാ. കഴിക്കണില്ല, മധുരിക്കണ്. ഞാൻ പറയാൻ അറിയാൻ പാടില്ല. മുഹൂർത്തം കഴിഞ്ഞു. ഇപ്പോഴാണ് പായം. ഇബ്രാഹിം ഇങ്ങനെ വെടിവെച്ചിട്ട സമയവും കഴിഞ്ഞു. നാടകം എഴുതുന്നവനുമില്ല, സംവിധായകനുമില്ല. ഞാനേ PJ ആന്റണിയുടെ കൂടെ നാടകം കളിച്ചിട്ടുള്ളവനാ. എന്റെ PJ ഇവന്മാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പൂഞ്ഞാർ യുവധാര എന്ന് വിളിച്ചു, ചേർത്തല ജൂബിലി എന്ന് വിളിച്ചു, കൊച്ചിൻ ആരതി എന്ന് വിളിച്ചു. 100 ട്രൂപ്പുകളാ അഡ്വാൻസുമായി ഈ സീനിയർ നടൻ വീരഭാസന്റെ പുറകെ നടന്നത്. എന്നിട്ട് ഈ ഉണക്ക ട്രൂപ്പിലേക്ക് വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. അതിന്റെ പേരിൽ ചേട്ടന്റെ കുടുംബം പട്ടിണിയില്ലാതെ പോകും. അതെ, ഒരു മുട്ടൻ പേൻ. അതാ നായനിന്റെ തലേന്ന് കിട്ടിയതാടാ. അയ്യോ, ഞാൻ അറിയാണ്ട് കൊന്നുപോയില്ല. അതെ, ആ കൊച്ചു ഹീറോയിൻ ആവുന്ന പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇന്നലെ. ഞാനും നയൻസും തൊട്ടടുത്ത റൂംസിലായിരുന്നു. കാണുന്ന പൊളിച്ച് മാത്രമേ ആ കൊച്ചിന്റെ തലയിൽ അപ്പോഴും വേണം. അതിന് നിങ്ങൾ 2 മുറിയിലല്ലേ കിടന്നത്? അതെ, പിന്നെ എങ്ങനെ നയൻതാരയുടെ തലയിലെ ചേച്ചിയുടെ തലയിൽ വരണം? ഒറ്റ രാത്രി കൊണ്ട് പേനെ 7 കട്ടൽപ്പൊടി കിടക്കുന്ന അതറിയോ നിങ്ങൾക്ക്? സയൻസ്. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പേനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 7 കട്ടളപ്പടി. അയ്യോ, ഒരു പേൻ. നിങ്ങൾ തന്നെ ഇപ്പൊ തന്നെ നേരം വൈകി വാ പൂജ. എന്തോന്ന് എടുത്തിട്ട് പൂജിക്കേ? സ്ക്രിപ്റ്റ് എത്തില്ലയോ? നിന്റെ പുന്നാര ഷേക്സ്പിയർ ഇതുവരെ എത്തിയിട്ടില്ല. എടാ സൂണ, നീ അവന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചേ. അവൻ എന്നാ പണിയാ കാണിച്ചേ? ഇന്ന് രാവിലെ സ്ക്രിപ്റ്റുമായിട്ട് വരാന്ന് പറഞ്ഞ ഭാസ്കേട്ടാ. എന്തോന്ന് പാക്കരേട്ടനോ? അതൊക്കെ പണ്ട്. ഇപ്പോൾ ഭാസൻ, വീരഭാസൻ, സീനിയർ ആക്ടർ. അവളെ കൊര. അവൻ ഇപ്പോഴും പരിധിക്ക് പുറത്താ. പൊന്നേ, ഈ സീസൺ നാടകം കളിക്കാൻ പറ്റാതെ വന്ന എന്റെ ജീവിതമൊക്കെ പ്രശ്നമാകും. ഈ ആഴ്ച കഥ കിട്ടും, അടുത്ത ആഴ്ച ഫുൾ സ്ക്രിപ്റ്റ് കിട്ടും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? മറ്റു ട്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടെ ആഴ്ചകളായി. ഇപ്പോഴെങ്കിലും ചെന്ന ഏതെങ്കിലും ഒരു സമിതിയിൽ ഒരു വേലക്കാരിയുടെ വേഷമെങ്കിലും കിട്ടും. പോയിക്കോ, എവിടേക്കാന്ന് വെച്ചോ പോയിക്കോ. നിനക്ക് മാത്രമല്ലല്ലോ ജീവിതം. എന്നെ തോൽപ്പിക്കാന്ന് ആരും വിചാരിക്കില്ലേ. നിർമ്മാണവും സംവിധാനവും മാത്രല്ല, വേണ്ടി വന്ന ഈ മീശ അങ്ങോട്ട് പഠിച്ചേച്ച് 2 ചിരട്ട ഫിറ്റ് ചെയ്ത് നിന്റെ റോള് ഞാൻ അഭിനയിച്ച് കാണിക്കും. കുമ്പളങ്ങയാവുമ്പോ നല്ല നടിക്കുള്ള അവാർഡ് കിട്ടും. 87 ചേച്ചി കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ അല്ല,
വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഗോപാലട്ട കുമ്പളങ്ങ അഡ്ജസ്റ്റ് ചെയ്യണ പരിപാടി പവിത്രനിലേക്ക് പോട്ടെ. അല്ല മണി പോലെ എഴുതുന്ന ആമ്പിള്ളേരെ ഈ സുഗുണൻ മൂത്ത ഒന്നും കൊണ്ട് തരും. കയ്യെഴുത്ത് കോപ്പി എഴുതിക്കാനല്ല, നാടകം എഴുതണം. നാടകം എഴുത്തെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല. അതിന് കുറച്ച് ജന്മസിദ്ധവും ഈശ്വരാനുഗ്രഹവും കുറച്ച് നന്മയും വേണം ഉള്ളില്. പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും എഴുതാൻ പറ്റേണ്ടതാണ്. അപ്പൂപ്പൻ കളം എഴുതും, അച്ഛൻ ആധാരം എഴുതും, അമ്മക്ക് അന്നെഴുതും. നീ മഴകും ഗോപാലട്ടാ, നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ നാടകം എഴുതി തീർത്തു. ഞാനത് വായിക്കും. അത് വേണോ മനോമോഹന? മലയാള നാടക പ്രസ്ഥാനത്തിന്റെ ഭാവുകത്വ പരിണാമത്തിൽ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു വെറൈറ്റി സാധനം. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. ഈ നാടകം എഴുത്ത് ആരുടെയും തറവാട്ട് സ്വത്തല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ. അത്രയ്ക്ക് അങ്ങോട്ട് പോണോ? ഒരു കുഴപ്പവുമില്ല. ഡ്രാമ സ്കൂളിൽ പഠിച്ചതിന്റെ ചെറിയ ഹാങ് ഓവർ ഉണ്ടെന്നേ ഉള്ളൂ. ഇവൻ ആള് മിടുക്കന്. നീ വായിക്കൂ മനോമോഹന. രംഗം 1. തിരശീല ഉയരുമ്പോൾ രംഗം മുഴുവൻ കനത്ത ഇരുട്ട്. രംഗമധ്യത്തിൽ മഴ പെയ്യുന്നു. അനാദിയായ മഴ. അതൊരു കാടാണ്. ഘോര വനം. കാടിന്റെ നിഗൂഢതയിൽ നിന്നും ഒരു കടിഞ്ഞൂൽ കുഞ്ഞിന്റെ കന്നി രോദനം. പെട്ടെന്ന് സ്റ്റേജിന്റെ 4 ഭാഗത്തു നിന്നും വനവാസികൾ പെരുമ്പറകളുമായി എത്തുന്നു. അവർ പാടാൻ തുടങ്ങുന്നു. തലയോട്ടി നിറച്ചും ചോര തരൂ, പാല ചുവട് തരൂ, പനം കള്ളു തരൂ, തിരുകുരുന്ന് തരൂ, മല ചാത്ത നുറഞ്ഞു തുള്ളാൻ കളമെഴുതൂ. പൊടുന്നനെ ഒരു നിലവിളിയിൽ തിരശീലയ്ക്ക് തീപിടിക്കുന്നു. അവന്റെ കൊരവള്ളിക്ക് ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞ നിന്റെ കൈ ഞാൻ വെട്ടു. പോയിടാ അവിടെ. അവന്റെ ഒരു വെറൈറ്റി. ഭാസ്കരയുടെ അടുത്ത രംഗം കൂടെ ഞാൻ. അതാ ഞാൻ പറഞ്ഞേ, നാടകം നന്നാവണമെങ്കിൽ പവിത്രനെ എഴുതണം. അവൻ എഴുതുമ്പോ കഥയുണ്ടാവും, ജീവിതം ഉണ്ടാവും, നാടകം കാണാൻ ആളും ഉണ്ടാവും. അവന്റെ നാടകം കളിച്ചു തുടങ്ങിയതിന് ശേഷം ഈ സമിതി ഒന്ന് പച്ച പിടിച്ചത്. അതുകൊണ്ട് നമുക്ക് പവിത്രന്റെ നാടകം തന്നെ മതി. അവൻ വീട്ടിലുണ്ടാവും. നിങ്ങൾ ചെന്ന് കൂട്ടിയേച്ചും വാ. അപ്പൊ ഗോപാലട്ടൻ വരില്ലേ? ഞാൻ വന്നാൽ ശരിയാവത്തില്ല. അവന്റെ വീട്ടുകാർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. അവനെ കൊണ്ട് ആദ്യമായിട്ട് നാടകം എഴുതിച്ച ആള് ഞാനാണല്ലോ. മോനെ നാടകക്കാരനാക്കിയ ആളെ കാണാൻ അവന്റെ അമ്മ കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പോയേച്ചാ മതി. അതൊന്നും കുഴപ്പമില്ലടാ. നീ വണ്ടി ഇരുന്നാ മതി. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. മോട്ടി, വണ്ടി എടുക്കടാ പവിത്രന്റെ വീട്ടിലേക്ക്. കമോൺ. പവിത്രൻ ഈ നശിച്ച നാടകം ഒന്ന് ഉപേക്ഷിക്കൂ. ഉപേക്ഷിക്കും. പവിത്രൻ ചിലപ്പോ ഈ കുടുംബം ഉപേക്ഷിക്കും. എന്നാലും നാടകം ഉപേക്ഷിക്കുന്ന ലക്ഷണം കാണില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവൻ വേറെ വല്ല ജോലിക്കും പോയി രക്ഷപ്പെടൂ. ആദ്യം പറഞ്ഞത് നടന്നാലും രണ്ടാമത് പറഞ്ഞത് നടക്കണ ലക്ഷണം കാണില്ല. ജോത്സരെ, എന്റെ പവി ഒന്ന് നേരെവാൻ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കോളൂ. ഒരു പരിഹാരവും ഞാൻ നോക്കിയിട്ട് കാണില്ല. മാത്രമല്ല ഇനിയും അനർത്ഥങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വരും.